ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ NM കോളേജിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ കുടുംബസംഗമത്തിൻ്റെ മോർണിംഗ് ടൈമാണിത്. അങ്ങോട്ട് പോയിട്ട് പോകണം. പിന്നെ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അവിടെയാണ് പാർക്കിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് വരണം എനിക്ക്. അപ്പോൾ വണ്ടി പാർക്കിംഗ് ഇവിടെയാണ്. വണ്ടി പാർക്ക് ഇവിടെയെല്ലാം നല്ല സ്ഥലമുണ്ട്. പിന്നെ ഈ സ്കൂളിൻ്റെ ബാക്കിലായിട്ട് വലിയ മൈതാനമുണ്ട്, അവിടെ സ്ഥലമുണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് NM കോളേജിൻ്റെ അങ്ങോട്ടേക്ക് ഓട്ടോ സർവീസും ജീപ്പ് സർവീസെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ നടന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ വണ്ടി ഓരോന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 8 മണിയായിട്ടുള്ള 8 മണിക്ക് തന്നെ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 50 ആൾക്കാർ നേരത്തെ തന്നെ വന്നാൽ പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ സ്റ്റേജിൻ്റെ അടുത്തെത്താനായി. ഇവിടെയെല്ലാം ഫുള്ള് ക്ലോസ് ആക്കിയിട്ടാണുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ചാൻസ് കിട്ടുമ്പോൾ സൈഡിലെല്ലാം വണ്ടി വെച്ചിട്ട് ഫുള്ള് ബ്ലോക്കാക്കി കളിയല്ലോ. കാർ പാർക്കിംഗ് പറഞ്ഞിട്ട് അങ്ങോട്ട് വഴി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലായിടെയും നോ പാർക്കിംഗ് ആണ്. അങ്ങനെ ചെയ്താലോ ഇത് നമ്മളെ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് ഇതാവും. ജീപ്പ് സർവീസും ഉണ്ട്. പിന്നെ താഴെ വണ്ടി വെച്ച് വരുന്നവർക്ക് ജീപ്പ് സർവീസും ഉണ്ട് ഇവിടത്തേക്ക് സ്റ്റേജിലേക്ക്. അപ്പോൾ വൾഡീസെല്ലാം രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് 7 മണിക്ക്. ഇതെല്ലാം വൾഡീസാണ്. ആൾക്കാരെല്ലാം എത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ജീപ്പ് സർവീസ് എല്ലാ കാര്യങ്ങളുണ്ട്. സ്റ്റേജിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ അങ്ങനെയുണ്ട്. കാറ്റ് നല്ല കാറ്റിലാണ്. അതുകൊണ്ട് ഫാനിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാകുന്നതില്ല. അത്രക്കും നല്ല കാറ്റും ഇതെല്ലാം. ഫാനെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഫാനിൻ്റെ ഒന്നും ആവശ്യം വരില്ല. അങ്ങനെ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നാസ്ത കഴിച്ചിട്ടില്ല. നാസ്തയിൽ നമ്മുടെ പറഞ്ഞു. നാസ്ത കഴിച്ചിട്ട് പോയിട്ട് രാവിലെ 7:45 എത്തിയിട്ടുണ്ട് ഇവിടെ. പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. ഇപ്പോൾ 8 മണിയായി. അപ്പോൾ ഫുഡിൻ്റെ സ്ഥലത്തേക്ക് പോയിട്ട് ഫുഡ് ചെയ്യട്ടെ. ഭക്ഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊറാട്ട ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ ചോറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.